Boche Gold and Diamonds. Buy now, pay later. ആദിവാസി യുവാവിനെ മർദ്ദിച്ച ഹോം സ്റ്റേ ഉടമയുടെ ഒളിവിൽ ദുരൂഹതയുണ്ടെന്ന് ദളിത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ ബാബു പറഞ്ഞു. മുതലമട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കെതിരെ അതിക്രമം വർദ്ധിക്കുകയാണെന്നും നടപടി വേണമെന്നും ബാബു ആവശ്യപ്പെട്ടു. വെള്ളയനോ അല്ലെങ്കിൽ വെള്ളയന് വേണ്ടി ഇടപെട്ടിരിക്കുന്ന വ്യക്തിക്ക് എന്തൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നുണ്ട്. കാരണം ഈ ആൾ അങ്ങനെയുള്ള ഒരാളാണെന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അവിടെ ദയവായി നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഈ ജില്ലയുടെ ഭാരവാഹികൾ ഉത്തരവാദിത്തപ്പെട്ടവർ ദേവിയൊക്കെ ഈ കാര്യത്തിൽ അടിയന്തരമായി ഇടപെട്ട് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിക്കൊണ്ട് ആ പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ രേഖയില്ലാത്ത ലൈസൻസ് ഇല്ലാത്ത അനധികൃതമായി പ്രവർത്തിക്കുന്ന എല്ലാ റിസോർട്ടുകളും അടച്ചുപൂട്ടുകയും അല്ലെങ്കിൽ അതിന് തക്കതായ നിയമവ്യവസ്ഥകൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. മുതലമട ഗ്രാമപഞ്ചായത്തിലെ മൂച്ചാക്കുണ്ട് ചമ്പക്കുഴിയിൽ താമസിക്കുന്ന വെള്ളയൻ എന്ന ആദിവാസി യുവാവിനെ വീട്ടിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചിരുന്നു. 6 ദിവസമാണ് ഭക്ഷണം പോലും കൊടുക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചത്. ഉദർകുളം കാടിന് സമീപം പ്രവർത്തിക്കുന്ന വെസ്റ്റേൺ ഗേറ്റ് ഫാം ഹൗസിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് പരാതി. ഇതിനുത്തരവാദിയായ റിസോർട്ട് ഉടമ പ്രഭുവിനെ അറസ്റ്റ് ചെയ്യണമെന്നും കെ ബാബു ആവശ്യപ്പെട്ടു. രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദിവാസി ദളിത് സംഘടനാ നേതാക്കളും ജനകീയ വികസന നേതാക്കളും ചേർന്നാണ് വെള്ളയനെ മോചിപ്പിച്ചത്. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി EM കുഞ്ഞുമോൻ, ഭാരവാഹികളായ സോമൻ വെള്ളിയാമ്പള്ളി, ഗോപി ഒട്ടക്കൽ, ദളിത് ആദിവാസി സംഘടനയുടെ നേതാക്കളായ ശിവരാജ്, മാരിയപ്പൻ നീളിപ്പാറ, MK തങ്കവേൽ എന്നിവരും പങ്കെടുത്തു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.